ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി റോസാപ്പൂ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതും ഓർഗൻഡി ക്ലോത്ത് വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ റോസാപ്പൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ക്രാഫ്റ്റ് വണ്ടേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലത്തെ ഒരു ഓർഗൻഡി ക്ലോത്താണ്. ഓർഗൻഡി ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് തുണി പോലൊക്കെ തന്നെയാണ്, പക്ഷെ അതിനെക്കാട്ടും കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓർഗൻഡി ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ക്ലോത്ത് വാങ്ങിക്കാൻ കിട്ടും. അത് പല കളറിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഏത് കളറിലാണ് നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാക്കുന്നത് ആ കളർ നോക്കി വാങ്ങിക്കാം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അത് നിങ്ങളുടെ ഫ്ലവറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്ക്വയർ പീസാണ്. അപ്പോൾ നമുക്കിതുപോലെ രണ്ടാക്കിയിട്ടൊക്കെ മടക്കി നമുക്ക് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ സ്ക്വയർ പീസിൻ്റെ കണക്കൊന്നും പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ഫ്ലവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയ സ്ക്വയർ പീസ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഇതുപോലെ കോണ് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിൽ ഇങ്ങനെ വെച്ച് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒരുമിച്ച് സ്ക്വയർ പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 7 തൊട്ട് ഒരു 9 പീസോളം നമുക്കുണ്ടെങ്കിൽ ഒരു നല്ല ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ട് അറ്റവും ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ചെറുതായി ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ നിവർത്തിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഈ ഒരു സെൻറ്ററിലേക്കാക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നടു മടക്കിയിട്ട് ഈ ഒരു ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തള്ളവിരൽ ഇതുപോലെ ഇങ്ങനെ അമർത്തി സെൻറ്ററിൽ വെച്ചതിന് ശേഷം ചെറുതായി ഒന്ന് വലിച്ച് ഇങ്ങനെ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ചുരുട്ടി ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഞാൻ വീഡിയോയിൽ ചെയ്യണ പോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചെറുതായി ഒന്ന് മടക്കി ഇങ്ങനെ ഇതുപോലെ പെറ്റൽസുകളാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഈ സൈഡിലൊക്കെ ഇതുപോലെ വളച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പെറ്റൽസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലവർ മേക്കിംഗ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതുപോലത്തെ കമ്പി വേണം, പിന്നെ ഒരു ഗ്രീൻ ടേപ്പ് വേണം, പിന്നെ വേണ്ടത് ഒരു ത്രെഡാണ്. അത് ഏത് കളർ ത്രെഡ് വേണമെങ്കിലും നമുക്കെടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഈ ഫ്ലവർ വയറ് അത് ഭയങ്കര തിന്നായതുകൊണ്ട് ഞാൻ 2 വയർ ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടാണ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള വയറാണെന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം മതിയാവും. ഞാൻ എന്നിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ വളച്ചു കൊടുക്കുന്നുണ്ട്. കമ്പിയുടെ അറ്റം നമ്മൾ ഇതുപോലെ വളച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഓരോ പെറ്റൽസ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു പെറ്റൽ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇതുപോലെ തിരിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ത്രെഡ് ഏത് കളർ ത്രെഡായാലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായി ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത പെറ്റൽ വെച്ച് കൊടുക്കാം. ഇവിടെ ഇത് ഈ ഓപ്പൺ ആയ ഭാഗത്തായിരിക്കണം നമ്മൾ അടുത്ത പെറ്റൽ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു ഓപ്പൺ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ എന്നിട്ട് ഇത് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഓരോ പെറ്റൽ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഫ്ലവർ കെട്ടിക്കൊടുക്കണം. നമുക്ക് ഫ്ലവറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്ര പെറ്റൽസ് വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫ്ലവറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കണ സ്ക്വയർ പീസ് ചെറിയ പീസാക്കി എടുക്കുക. പിന്നെ നമുക്ക് എത്ര പെറ്റൽസും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ ഇതാ ഒരു 10-12 പെറ്റൽസ് ഇതാ ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനിയും നമുക്ക് എത്ര പെറ്റൽസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഞാനിനി തണ്ടിന് നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമുക്കിതിനെ ചുറ്റി കൊടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഫ്ലവർ ബഡ്സ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ഇതാ ഇതുപോലെ ഒരു ചെറിയ കമ്പി എടുക്കുക, എന്നിട്ട് ഇതാ ഇതുപോലെ വളച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സാധാ ഫ്ലവറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇത് നമ്മൾ സാധാ ഫ്ലവർ ചെയ്യണതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെറ്റൽസ് ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഇതാ ഇതുപോലെ ടൈറ്റായിട്ട് മടക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ബഡ്സ് എന്ന് പറയുമ്പോൾ അധികം ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടാവില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓരോ പെറ്റൽസ് ആഡ് ചെയ്യുമ്പോഴും ഇതുപോലെ ടൈറ്റായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലവർ ബഡ്സിന് ആഡ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ ക്ലോത്ത് എടുക്കുക. ഇത് ക്ലോത്ത് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പേപ്പർ ആയാലും മതി. എന്നിട്ട് ഇതുപോലെ നടുമടക്കുക, ഇതുപോലെ പിന്നെയും മടക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെയിം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതുപോലെ കോണാക്കി മടക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു കോൺ രീതിയിൽ കട്ട് ചെയ്യുക. അതായത് നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഫ്ലവർ ഷേപ്പിലായിരിക്കും ഇത് വരുന്നത്. കണ്ടല്ലോ ഇതുപോലെ. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. നമുക്ക് ഇത്ര വലിപ്പം വേണ്ട. എന്നിട്ട് നമ്മുടെ ബഡ്സിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടല്ലോ ഇതേപോലെ. എന്നിട്ട് ഒരു ത്രെഡ് വെച്ചിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ തണ്ടിനായിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഇത് ചുറ്റിയൊരു പകുതിയാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ലീഫ് വേണമെങ്കിൽ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ലീഫ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടോ തുണി വെച്ചിട്ടൊക്കെ നമുക്കിതുപോലെ ലീഫ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അത് ഒന്നുകൂടി ചുറ്റി കൊടുക്കാം. ഇനി നമുക്കിതാ ഇവിടെ ഞാൻ ലീഫും ഫ്ലവറും ഫ്ലവർ ബഡ്സും എല്ലാം കൂടി ഒരുമിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കിതുപോലെ ഒരുപാട് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ലാസ്റ്റ് എല്ലാം കൂടി കൂട്ടി ഒന്നുകൂടിയും ടേപ്പ് വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാവുന്നതാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ക്രാഫ്റ്റ് വണ്ടേഴ്സ് തന്നെയാണ് എൻ്റെ പേജ് വരുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.